ഫ്രണ്ട്സ് എല്ലാവർക്കും നഴ്സിംഗ് ആസ്പിറൻസിന് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തിയറി ക്ലാസ്സസും നമ്മൾ അതിനൊപ്പം ഡെമോസ്ട്രേറ്റീവ് ഡിസ്കഷൻസുമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നോക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ റിവൈസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് പ്രകാരമാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ MCQs നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടുകൊണ്ട് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. അതുപോലെ തിയറി ക്ലാസ്സസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കണം. കാരണം അത് റിലേറ്റഡ് ആ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ MCQ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നോക്കാൻ പോകുന്നത്. 2-3-4-5 പാർട്ടുകളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, വാട്സാപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ഒക്കെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, 11th question. Why is it that bronchioles can constrict and so reduce their diameter, while secondary bronchi and respiratory bronchial cannot constrict? അതായത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കണം. സെക്കൻഡറി ബ്രോങ്കയും റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസിനെ കൺസ്ട്രിക്ട് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഏതിനെ ബ്രോങ്ക്യൂൾസ് ക്യാൻ കൺസ്ട്രിക്ട്, അതായത് പ്രൈമറി ബ്രോങ്ക്യൂൾസിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? അതെങ്ങനെയാണ് കൺസ്ട്രിക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ബ്രോങ്ക്യൂൾസ് ഹാവ് സ്മൂത്ത് മസിൽ ബട്ട് നോ കാർട്ടിലേജ് ഇൻ ദെയർ വാൾസ്, വൈൽ സെക്കൻഡറി bronchi are supported by cartilage. Cartilage ഉള്ളത് കൊണ്ടാണോ കൺസ്ട്രിക്ട് ചെയ്യാൻ പറ്റാത്തത്? ബ്രോങ്ക്യൂൾസിൽ കാർട്ടിലേജ് ഇല്ലാത്തത് കൊണ്ടാണോ? അടുത്ത, ബ്രോങ്ക്യൂൾസ് ഹാവ് സ്മൂത്ത് മസിൽസ് ബട്ട് നോ കാർട്ടിലേജ് ഇൻ their walls, while respiratory bronchioles are supported by cartilage. Bronchioles have cartilage but no smooth muscles in their walls, while secondary bronchi are supported by cartilage. Bronchioles have cartilage but no smooth muscles in their walls, while respiratory bronchioles only have smooth muscles in their walls. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് ബ്രോങ്ക്യൂൾസിന് കൺസ്ട്രിക്ട് ചെയ്യാൻ പറ്റുകയും സെക്കൻഡറി ബ്രോങ്കയ്ക്കും റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസിന് കൺസ്ട്രിക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ബ്രോങ്ക്യൂൾസ് ഹാവ് സ്മൂത്ത് മസിൽസ് ബട്ട് നോ കാർട്ടിലേജ് in their walls, while secondary bronchi are supported by cartilage. Okay, എന്താണ്? ബ്രോങ്ക്യൂൾസിന് അവിടെ എന്തുണ്ട്? സ്മൂത്ത് മസിൽസ് ആണുള്ളത്, അവിടെ കാർട്ടിലേജ് ഇല്ല. പക്ഷേ സെക്കൻഡറി ബ്രോങ്കി എന്തുണ്ട്? സെക്കൻഡറി ബ്രോങ്കയിൽ അവിടെ കാർട്ടിലേജ് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമ്മൾ അനാട്ടമി പഠിപ്പിച്ചപ്പോൾ തന്നെ ബ്രോങ്കയിൽ ഏതൊക്കെ ഭാഗത്തും ട്രക്കിയുടെ തുടർച്ചയായിട്ട് ഏതുവരെ കാർട്ടിലേജ് കാണുന്നു എന്നുള്ളത് പറഞ്ഞു. കാർട്ടിലേജ് ഉള്ള ഭാഗത്ത് എന്തെങ്കിലും അവിടെ കൺസ്ട്രക്ഷൻ നടക്കും. ജസ്റ്റ് അതൊരു ട്രാൻസ്പോർട്ട് പാസേജ് വേ മാത്രമായിട്ട്, എയർ പാസേജ് വേ മാത്രമായിട്ടാണ് കാണുന്നത്. പക്ഷെ ബ്രോങ്ക്യൂൾസ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ കൺസ്ട്രിക്ട് ചെയ്യുന്നു. കാരണം അവിടെ സ്മൂത്ത് മസിൽസ് ആണ് കാണുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ബിക്കോസ് bronchioles have no cartilage in their walls, they are able to dilate and constrict to alter the amount of air that enters alveoli. അതുകൊണ്ട് തന്നെ ആൽവിയോലയ്ക്കുള്ളിൽ ഉള്ളിലോട്ട് പോകുന്ന എയറിന്റെ എമൗണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബ്രോങ്ക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റും? ഡയലേറ്റ് ചെയ്യാനും കൺസ്ട്രിക്ട് ചെയ്യാനും പറ്റും. Respiratory bronchioles that feed into the alveolar duct have smooth muscles and no cartilage. അവിടെ എന്തില്ല? കാർട്ടിലേജ് ഇല്ല, പകരം എന്താണുള്ളത്? സ്മൂത്ത് മസിൽസ് ആണ് കാണുന്നത്. നെക്സ്റ്റ് 12th question. A person with a severe trauma to the cervical region has damage to the spinal cord. അപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടിട്ട് എന്ത് പറ്റി? സെർവിക്കൽ റീജിയണിൽ, അതായത് നമ്മുടെ നട്ടലിൽ സെർവിക്കൽ റീജിയണിൽ സ്പൈനൽ കോഡിന് ഡാമേജ് പറ്റി സെർവിക്കൽ റീജിയൻ ട്രോമ ഉണ്ടായി, ഇഞ്ചുറി ഉണ്ടായി. If the spinal cord is severed, means the damage ഉണ്ടായത് between C3 and C4, what is the likely outcome? അതായത് C3ക്കും C4നും ഇടയ്ക്കാണ്, സെർവിക്കൽ വെർട്ടിബ്രേ 3ക്കും 4നും ഇടയ്ക്കാണ് ഡാമേജ് ഉണ്ടായതെങ്കിൽ, സ്പൈനൽ കോഡിലാണ് ഡാമേജ് ഉണ്ടായതെങ്കിൽ എന്തായിരിക്കാം അതിൻ്റെ ഒരു ലേറ്റർ എഫക്റ്റ്? The person will be able to breathe but will have the paralysis of the lower limbs ആണോ? The person will be able to breathe but will have paralysis of the upper and lower limbs ആണോ? The person will be able to breathe with the intercostal muscles but will lose the use of diaphragm and have paralysis of the upper and lower limbs ആണോ? The person will be unable to breathe, will have the paralysis of upper and lower limbs ആണോ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? എന്തായിരിക്കും അവിടെ സംഭവിക്കുക? C3ക്കും C4നും ഇടയ്ക്കാണ് ഡാമേജ് ഉള്ളത്. കറക്റ്റ് ഓപ്ഷൻ D ആണ്. The person will
will be unable to breathe, and will have paralysis of the upper and lower limbs. അപ്പോൾ ഇവിടെ മനസ്സിലാവും ആൻസർ ഡി ആണ് കറക്റ്റ്. ദ ഡയഫ്രം ഈസ് ഇന്നർവേറ്റഡ് ബൈ ദ ഫ്രീനിക് നെർവ്. ഡയഫ്രത്തിനുള്ളിലൂടെ എന്താണ് കാണുന്നത്, ഏത് നെർവാണ് കാണുന്നത്, ഫ്രീനിക് നെർവ് ആണ് കാണുന്നത്. നമ്മൾ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വിച്ച് അറൈസ് ഫ്രം ദ C3 between C3 and C5. C3 നും C5 നും ഇടയ്ക്കുള്ള വെർട്ടിബ്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രീനിക് നെർവാണ് ഡയഫ്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഹെൻസ് ദ പേഴ്സൺ വിൽ ബി അണേബിൾ ടു യൂസ് ദെയർ ഡയഫ്രം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, there is damage in phrenic nerve, person cannot use the diaphragm during breathing. The upper limbs are innervated by spinal nerves that leaves the spinal cord between C5 and T12. So those nerves will have been interrupted as well. അതുപോലെ തന്നെ എവിടെന്നാണ് C5 നും T2 നും ഇടയ്ക്കുള്ള സ്പൈനൽ നെർവ്സ് ആണ് നമ്മുടെ അപ്പർ ലിംസിന് ഇന്റർവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പർ ലിംസും എന്ത് ചെയ്തിരിക്കാം, ഇന്ററപ്റ്റഡ് അല്ലെങ്കിൽ അതിന് ഡാമേജ് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ പാരാലിസിസ് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30th question. The goal of respiration is to control the concentration of which substances dissolved in the blood. അതായത് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഏത് സബ്സ്റ്റൻസിന്റെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് റെസ്പിറേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്സിജൻ ആണോ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ അയോൺ ആണോ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ അയോൺ ആൻഡ് ATP ആണോ? ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ഏതൊക്കെ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ അയോൺ. ഇത് മൂന്നും എന്താണ് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പദാർത്ഥമാണ്. റെസ്പിറേഷനിലൂടെ ഇത് മൂന്നും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻസർ സി. Respiratory activity responds to changes in the dissolved concentration of these three substances in the blood. Next, 14th question. The walls of the following structures are all supported by cartilage except for one of them. Which one? അതായത് ഇതിൽ ഈ 4 പാർട്ടുകളിൽ 4 അനാറ്റമിക്കൽ സ്ട്രക്ചറിലും ഒന്ന് മാത്രം എന്താണ് കാർട്ടിലേജ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ബ്രോങ്കിയോൾസ് ആണോ, ട്രക്കിയ ആണോ, ബ്രോങ്കെ ആണോ, ലാരിക്സ് ആണോ? ഏതാണ്? ബ്രോങ്കിയോൾസ് ആണ് ട്രക്കിയം സപ്പോർട്ട് ചെയ്യാതെ. ട്രക്കിയക്ക് നമ്മുടെ എന്തുണ്ട്, കാർട്ടിലേജ് സപ്പോർട്ട് ഉണ്ട്, ബ്രോങ്കയ്ക്ക് സപ്പോർട്ട് ഉണ്ട്, ലാരിങ്സിനും സപ്പോർട്ട് ഉണ്ട്, കാർട്ടിലേജ് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ബ്രോങ്കിയോൾസിന് മാത്രം സപ്പോർട്ട് ഇല്ല. കാരണം അവിടെ എന്താണ്, നമ്മുടെ ടെർഷ്യറി ബ്രോങ്കിയോൾസ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ആൽവിയോലേക്ക് ഉള്ളിലോട്ട് ഡയലേറ്റ് ചെയ്യുകയും എയർ കടത്തി വിട്ട് ഡയലേറ്റ് ചെയ്യുകയും കൺട്രാക്ട് ചെയ്യുകയും കൺസ്ട്രിക്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്. അല്ലെ, അപ്പോൾ സ്മൂത്ത് മസിൽസ് മാത്രമേ കാണുന്നുള്ളൂ, കാർട്ടിലേജ് ഇല്ല. So correct option A. Bronchioles have smooth muscle but no cartilage in their walls. Next one, 15th question. What constitutes the respiratory membrane? അപ്പോൾ നമ്മൾ സ്ട്രക്ചർ പഠിച്ചപ്പോൾ റെസ്പിറേറ്ററി മെംബ്രെയിൻ എന്താണെന്ന് പഠിച്ചു, അവിടെ എന്തൊക്കെ പാർട്ടുകളാണ് വരുന്നത്, അവിടുത്തെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അത് കാണാത്തവരെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കാണാം കേട്ടോ. ഓപ്ഷൻ എ, the parietal and visceral pleura and enclosed pleural fluid ആണോ, capillary and alveolar epithelial cells, their basement membranes and adjacent fluid ആണോ, alveolar surface fluid and epithelial cells ആണോ, alveolar epithelial and septal cells, ciliated cells, macrophages, surfactant. ഇതിൽ ഏതൊക്കെയാണ് റെസ്പിറേറ്ററി മെംബ്രെയിനിൽ കാണുന്നത്? ഏതൊക്കെയാണ് കാണുന്നത്? ഓപ്ഷൻ ബി, capillary and alveolar epithelial cells, പിന്നെ അതിന്റെ ബേസ്മെന്റ് മെംബ്രെയിനും അഡ്ജസന്റ് ഫ്ലൂയിഡും ഒക്കെയാണ് അത് കാണുന്നത് റെസ്പിറേറ്ററി മെംബ്രെയിനിൽ കാണുന്നത്. ആൻസർ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ദ സെൽസ് ലൈനിങ് ദ ആൽവിയോളി and the capillaries and their fused basement membrane along with the fluids and surfactant lining with the alveoli together are the membrane. Pleurae, ciliated cells, macrophages ഇവിടെ കാണുന്നില്ല റെസ്പിറേറ്ററി മെംബ്രെയിനിൽ. ഇത് ഇത്രയും കാണുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th question. What is the cribriform plate? നമ്മൾ ഇത് എവിടെ പഠിച്ചത്? cribriform plate പഠിച്ചത് അത് നമ്മൾ നാസൽ ബോണിലാണ് പഠിച്ചത്. That part of the nose with the 3 folds of the tissue called concave. Cribriform plate എന്ന് പറയുന്നത് the 3 fold of tissue called concave ആണോ, the structure that separates the nose from the nasopharynx ആണോ, part of the ethmoid bone through which olfactory nerve pass ചെയ്യുന്ന സ്ഥലമാണ്, bone ആണോ, the nose structures through which air is warmed, humidified as it passes ആണോ? ഏതാ കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ്. പാർട്ട് ഓഫ് ദ എത്മോയിഡ് ബോൺ ആണ് ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്നത്. അവിടെ കൂടെ എന്താണ് പാസ് ചെയ്യുന്നത്? ഓൾഫാക്ടറി നെർവ് പാസ് ചെയ്യുന്നത് ഈ ബോണിലൂടെ, ആ പാർട്ടിലൂടെ ആണ്.
Option C ആണ് correct. Cribriform plate of the ethmoid bone has many foramina. Foramina എന്ന് വെച്ചാൽ just a hole കേട്ടോ. അതുവഴിയാണ് എന്ത് പാസ് ചെയ്യുന്നത്? olfactory nerves. Next question, 70. What is the good definition of internal respiration? നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ എക്സ്റ്റേണൽ റെസ്പിറേഷൻ കണ്ടു. ഇന്റേണൽ റെസ്പിറേഷൻ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിയറി ക്ലാസ് കണ്ടു. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാമായിരിക്കും. The exchange of gases between body tissues and the capillary blood ആണോ? Ventilation of the lungs ആണോ? The production of ATP and carbon dioxide from small molecules using oxygen ആണോ? The exchange of gases between the alveoli and pulmonary capillaries ആണ്. ഏതാ correct option? Option A ആണ്. The exchange of gases between body tissues and capillary blood. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും കണ്ടിരുന്നു, സെല്ലുലാർ റെസ്പിറേഷൻ ആണ്. 18th question. Which statement may be used to define a bronchiole? Or bronchiole എന്ന് പറയുന്നത് എന്താണ്? They are the airways that branch from the left and right primary bronchi. Primary bronchi നിന്ന് ഡിവൈഡ് ചെയ്യുന്ന branches ആണോ? They are kept open by C-shaped rings of cartilage ആണോ? Their walls have supporting cartilage between smooth muscles ആണോ? Their walls contain smooth muscles but no cartilage ആണോ? ഏതാ correct answer? Option D. Their walls contain smooth muscles but no cartilage. Bronchioles differ from all other parts of airways, having no supporting cartilage. They do have smooth muscles. Next, 19th question. One statement below about the larynx is correct. ഏത് correct? A point ആണ് correct ആയിട്ടുള്ള larynxനെ കുറിച്ച്. It has walls lined with ciliated cells and made of cartilage, walls made of bone, walls made of muscles. ഏതാ correct option? Correct option option B ആണ്. It has walls made of cartilage. ഓക്കെ, നമ്മൾ ലാരിങ്സിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. അവിടെ നമ്മൾ പഠിച്ചത് ഏതൊക്കെ കാർട്ടിലേജുകളാണ് ഉള്ളത്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, എന്തൊക്കെ ഷേപ്പുകളാണ് എന്നുള്ളത്. ഓപ്ഷൻ ബി. The larynx is a cartilaginous tube that surrounds the glottis and consists of thyroid and cricoid cartilage. Next, 20th question. How is the diaphragm innervated? Diaphragmത്തിൽ എന്താ ഏത് നെർവാണ് ഇന്നർവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. Next, by the parasympathetic division arising from the sacral region ആണോ? Spinal nerves arising from T5 to T10 ആണോ? C5 to C7 ആണോ? C3 to C5 ആണോ? Correct option option D. By the phrenic nerves arising from C3 to C5 ആണ്. Option D correct. Next one. The respiratory center of the brain controls the respiratory muscle. Which of the following does not happen? An increase, അതായത് റെസ്പിറേറ്ററി സെന്റർ ഏതൊക്കെയാണെന്നും എന്തൊക്കെ പാർട്ടുകളാണെന്നും അതിവിടെ കാണുന്നുള്ളതും ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. An increase in carbon dioxide blood concentration stimulates peripheral chemoreceptors to signal the respiratory center. A decrease in blood pH stimulates the peripheral chemoreceptors to signal the respiratory center. Hydronium ions cross the blood-brain barrier to directly stimulate the central chemoreceptors of the respiratory system. Center. A decrease in oxygen blood concentration stimulates the peripheral chemoreceptors to signal the respiratory center. Is the correct option? Option C ആണ് correct option. Hydronium ions cross the blood-brain barrier to directly stimulate the central chemoreceptors of the respiratory center. Option C. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ്, കാർബൺ ഡയോക്സൈഡ് എങ്ങനെ, അതിൻ്റെ ലെവൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, pH എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹൈഡ്രോജൻ അയോൺസ് കൻ നോട്ട് ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. കാർബൺ ഡയോക്സൈഡ് ഡസ് ആൻഡ് forms hydronium ions which go on to stimulate the central chemoreceptors as the CSF has no buffer to remove them. 22nd question. To what does the term external respiration refer? External respiration already നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയതാണ്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ആൽവിയോലാർ എയർ ആൻഡ് ലങ് കാപ്പിലറീസ്, അതാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. Next, what distinguishes a bronchioles from the
ലാർജർ ബ്രോങ്കൈ ഫ്രം ദ ലാർജർ ബ്രോങ്കയിൽ നിന്നും ലാർജർ ബ്രോങ്കൈ ബ്രോങ്ക്യൂൾസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഏതാണ് ബ്രോങ്ക്യൂൾസ്? വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ പറയും. ഓപ്ഷൻ എ ആണ്. ബ്രോങ്ക്യൂൾസ് ഹാവ് നോ കാർട്ടിലേജ് ഇൻ ദ which structures are included in the respiratory membrane? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഏതാ ആൻസർ? സ്വയം നിങ്ങൾ ആൻസർ ചെയ്യാൻ പഠിച്ചതാണ്. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൽവിയോലർ ഫ്ലൂയിഡ്, സർഫക്റ്റന്റ്, എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ ആൽവിയോലെ, ബേസ്മെന്റ് മെംബ്രെയിൻ ഓഫ് എപ്പിത്തീലിയൽ സെൽസ്, എൻഡോത്തീലിയൽ സെൽസ് ഓഫ് കാപ്പിലറി. Next 25th question. How is the diaphragm innervated? എന്താണ് ഇന്നർവേറ്റ് ചെയ്തിരിക്കുന്നതിനുള്ളിൽ? ഏത് nerve ഇന്നർവേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി by the phrenic nerve arising from vertebrae C3 to C4. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി കുറച്ചുകൂടി, അതായത് ഓരോ ടോപ്പിക് ബേസ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സ്വയം നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. തിയറി ക്ലാസ്സസ് മിസ്സായിട്ടുള്ളവരെല്ലാവരും തിയറി ക്ലാസ്സസ് കാണുക. കാരണം MCQ ഡിസ്കഷൻ നമ്മൾ അധികം എക്സ്പ്ലനേഷൻ തരുന്നില്ല. കാരണം തിയറി ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ MCQs തീരുമ്പോൾ നമ്മൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, താങ്ക് യു.